അവരെ ഇറാൻ അമേരിക്ക സംഘർഷത്തിൻ്റെ നിലവിലുള്ള സ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ USS എബ്രഹാം ലിങ്കൻ എന്ന കപ്പൽ 1950 കിലോമീറ്റർ പിറകോട്ട് മാറിയതായി മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗൾഫ് ഓഫ് എയ്ദന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അമേരിക്കയുടെ വിശ്വവിഖ്യാതമായ കപ്പൽ വ്യൂഹം എന്ന റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ്റെ ഡ്രോൺ ആക്രമണത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ആയിരിക്കും ഈ കപ്പൽ വ്യൂഹം പിറകോട്ട് പോയത് എന്ന രീതിയിലാണ് ഇറാൻ മാധ്യമങ്ങളുടെ ഒരു അവകാശവാദം ഉണ്ടാകുന്നത്. ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പ്രകാരം USS എബ്രഹാം ലിങ്കൻ അതിനു നേരെ ഇറാൻ അയച്ച ഡ്രോൺ അതിലൊന്നിനെ F-35 ഉപയോഗിച്ച് വെടിവെച്ചിട്ടതിന് ശേഷവും അമേരിക്കൻ നാവിക വ്യൂഹത്തിൻ്റെ മുകളിൽ മറ്റൊരു ഇറാൻ ഡ്രോൺ പറന്നു. ഏകദേശം 10 മണിക്കൂറോളം നാവിക വ്യൂഹത്തിന് മുകളിൽ ഈ ഡ്രോൺ പറന്നു വട്ടമിട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇറാനിലെ ചബഹാർ കൊണാരക് വിമാനത്താവളത്തിലേക്ക് ആ ഡ്രോൺ മടങ്ങി എന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ എബ്രഹാം ലിങ്കൻ്റെ പൂർണ്ണ വിവരങ്ങൾ, അതിൽ എത്ര വിമാനങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നതിനെ ഉൾപ്പെടെയുള്ള പൂർണ്ണ വിവരങ്ങൾ ഇറാന് കിട്ടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിശകലനം പുറത്തു വരുന്നത്. ഇറാൻ ഒരു ചെറിയ മീനല്ല എന്ന് അമേരിക്ക വ്യക്തവും ശക്തവുമായി മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിട്ട് തന്നെയാണ് അന്തർദേശീയ പ്രതിരോധ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു ചർച്ചാ വിഷയം ഇതുമായി സംബന്ധിച്ച്. മറ്റൊന്ന്, അമേരിക്ക ഈ F-35 യുദ്ധവിമാനം ഉപയോഗിച്ചാണ് ഈ ഡ്രോണുകൾ വീഴ്ത്തുന്നത്. അതും ഈ ഷഹീദ് ഡ്രോണുകളുടെയും ഒക്കെ ഒരു നിർമ്മാണ ചെലവും തമ്മിൽ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളാണ് ഇറാൻ്റെ നിസ്സാരമായ പൈസയ്ക്കുണ്ടാക്കുന്ന ഡ്രോണുകളെ വീഴ്ത്തുവാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നത്, തൊലച്ചു കളയുന്നത് എന്ന രീതിയിലുള്ള നിഗമനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം ഇത്തരം ഡ്രോണുകളുടെ ഒരു ശൃംഖല തന്നെ ഇറാൻ അയക്കാൻ കഴിയുമെന്ന വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇറാൻ്റെ ഡ്രോണുകൾ വളരെ കൃത്യതയാർന്നതും അതുപോലെ സൂക്ഷ്മമായി തന്നെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കുവാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ ഒരുപക്ഷെ ഇറാൻ അയച്ചാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വരുന്ന അമേരിക്കയുടെ പ്രതിരോധ ചിലവുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വിശകലനം ചെയ്യപ്പെടുന്നു ഈ നിമിഷത്തിൽ എന്നതും ഏറ്റവും പരമപ്രധാനമായ ഒരു ചർച്ചാ വിഷയമാണ് ആ മേഖലയിലെ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ച്. എന്തായാലും സമാധാനത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറായി വരുന്നതിനോടൊപ്പമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനപരമായ അമേരിക്കയുടെ നാവിക വ്യൂഹങ്ങൾക്ക് നേരെ ഒരു ഡ്രോൺ പറത്തൽ ഉണ്ടായത് എന്ന ചില നിഗമനങ്ങളും ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, ഇറാനെ സംബന്ധിച്ച് അവരുടെ വരുതിക്കാണ് ഈ ചർച്ചകൾ നീങ്ങുന്നത് എന്ന ഒരു ബോധ്യം ലോകത്തെ വരുത്തുവാൻ വേണ്ടിയാണ് അവർ ഈ ഡ്രോൺ വിക്ഷേപിച്ചത് എന്ന ചില നിഗമനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതായത് ഇറാൻ കീഴടങ്ങുവാൻ തയ്യാറല്ല, അവരുടെ ആത്മാവിനെ മുറിവേറ്റുകൊണ്ടുള്ള ഒരു കീഴടങ്ങലും ഇറാൻ തയ്യാറല്ല, മറിച്ച് ഒരു പരമാധികാര രാഷ്ട്രം എന്ന രീതിയിൽ ഇറാനെ അംഗീകരിച്ചുകൊണ്ടുള്ള എന്ത് കരാറിലും അവർ ഉണ്ടാകും എന്ന രീതിയിലുള്ള ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ ഡ്രോൺ വിക്ഷേപണം എന്ന ചില നിഗമനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗമനം. എന്തായാലും ഇറാൻ ഈ ഡ്രോൺ വിക്ഷേപിച്ചതിലൂടെ വ്യക്തമാകുന്നത് ഇറാൻ ഒരു ആക്രമണത്തെയും ഭയക്കുന്നില്ല എന്ന ഒരു സന്ദേശം നൽകുവാനാണ് എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇടവാങ്ങിയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.